ഡ്രൈവിംഗ് ടെസ്റ്റിന് നേരത്തെ ഉണ്ടായിരുന്ന എച്ച് മാറ്റിയതടക്കം വലിയ മാറ്റങ്ങളുമായി സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് രീതി പരിഷ്കരിച്ചു. വിവിധ തരത്തിൽ വാഹനം പാർക്ക് ചെയ്യാനുള്ള പരിശോധനയടക്കം പരിഷ്കരിച്ചതിൽ ഉൾപ്പെടുത്തി. മാറ്റങ്ങൾ മെയ് 1 മുതൽ പ്രാബല്യത്തിൽ വരും. സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിക്കുമെന്നതാണ് KB ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായി ചുമതലയേറ്റയുടൻ പ്രഖ്യാപിച്ചത്. ഇതിനായി 10 അംഗ കമ്മിറ്റിയെയും രൂപീകരിച്ചിരുന്നു. കമ്മിറ്റിയുടെ റിപ്പോർട്ട് വിശദമായി പഠിച്ചാണ് പരിഷ്കാരങ്ങൾ വരുത്തിയത്. ഇരുചക്ര വാഹനങ്ങളുടെ ടെസ്റ്റിന് കൈകൊണ്ട് ഗിയർ പ്രവർത്തിപ്പിക്കുന്ന വാഹനത്തിനു പകരം കാലിൽ ഗിയറുള്ള വാഹനം നിർബന്ധമാക്കി. കാർ ലൈസൻസ് എടുക്കാൻ ഓട്ടോമാറ്റിക് ഗിയറുള്ള വാഹനവും ഇലക്ട്രിക് വാഹനവും ഉപയോഗിക്കാൻ പാടില്ല. നേരത്തെ കാറിന്റെ ലൈസൻസ് എടുക്കാൻ എച്ച് മാത്രം മതിയായിരുന്നു. ഇനി വെറും എച്ച് അല്ല എടുക്കേണ്ടത്. ആംഗുലാർ പാർക്കിംഗ്, പാരലൽ പാർക്കിംഗ്, സിക്സാക് ഡ്രൈവിംഗ്, കയറ്റത്ത് നിർത്തുന്നതും പുറകോട്ടെടുക്കുന്നതും കൂടി ഗ്രൗണ്ട് ടെസ്റ്റിൽ ഉൾപ്പെടുത്തി. ഡ്രൈവിംഗ് സ്കൂളുകൾ കൊണ്ടുവരുന്ന വാഹനത്തിൽ ഡാഷ്ബോർഡ് ക്യാമറ ഉണ്ടായിരിക്കണം. 15 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനത്തിൽ ഡ്രൈവിംഗ് പരിശീലിപ്പിക്കരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളുമുണ്ട്. എന്നാൽ പരിഷ്കരിച്ച ടെസ്റ്റ് നടത്താനുള്ള ഗ്രൗണ്ട് എവിടെ എങ്ങനെ തയ്യാറാക്കുമെന്നത് മോട്ടോർ വാഹന വകുപ്പിനും ഡ്രൈവിംഗ് സ്കൂളുകൾക്കും ഒരുപോലെ വെല്ലുവിളിയാണ്. RB സനു, മീഡിയ 1, തിരുവനന്തപുരം.